മുഅല്ലിം ഡേ വരികയാണ് റബീഉൽ ആഖിർ മാസത്തിൽ. മുഅല്ലിം ഡേയുടെ അടുത്ത ഞായറാഴ്ച മുഹറത്ത് ജൂലൈ 13 മുഅല്ലിം ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ സയ്യിദുൽ ഉലമക്ക് നൽകി ആ സംസ്ഥാനതല ഉദ്ഘാടനവും ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും നൽകാനില്ല. നേരത്തെ അലവി ഫൈദി ഉസ്താദ് പറഞ്ഞതുപോലെ ഇതൊരു സാധാരണ പരിപാടിയായി കരുതരുത്. നമുക്ക് ഇന്ന് മറ്റ് തിരക്കുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് അതിനു വേണ്ടി ഒരുങ്ങിയതാണ്. സയ്യിദുൽ ഉലമയുടെ ഉദ്ഘാടന പ്രഭാഷണം നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. സയ്യിദുൽ ഉലമ ഏത് പരിപാടിക്ക് പോയാലും, അത് പള്ളി ഉദ്ഘാടനമാണെങ്കിലും മറ്റുള്ള എന്ത് പരിപാടികളാണെങ്കിലും, ആ പ്രസംഗമൊക്കെ അവസാനിപ്പിക്കാറുള്ളത് സമസ്തയുടെ 100-ാം വാർഷികത്തിലേക്ക് ആ നാട്ടുകാരെ, ജനങ്ങളെയൊക്കെ ക്ഷണിച്ചുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് പാലക്കാട് ജില്ലയിലെ സമസ്തയുടെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിലെ ഒന്നാമത്തെ പരിപാടിയാണ് നമ്മുടെ ഈ ഉലമാ സമ്മേളനം. സയ്യിദുൽ ഉലമ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട 2 പ്രഭാഷണങ്ങൾ ബഹുമാനപ്പെട്ട ഹൈദർ ഫൈലി ഉസ്താദും അബ്ദുസ്സലാം ബാഖവി ഉസ്താദും അതേപോലെ നമ്മുടെ മുശാവറ അംഗങ്ങളൊക്കെ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ആദർശേരി ഹംസക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, വാക്കോട് ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ, ഇൻഷാ അല്ലാഹ് അവരെയൊക്കെ നമുക്ക് കേട്ട് അവസാനം നല്ല ഭക്ഷണം അത് കഴിച്ച് ഒരു 2 മണിയോടുകൂടെ നമുക്ക് പിരിഞ്ഞു പോവുകയും ചെയ്യാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രൗഢമായ ഉലമാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി നമ്മുടെയൊക്കെ നായകൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുഹമ്മദ് മുത്തുക്കോയ തങ്ങൾ മഹാനവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ, ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ നെല്ലായ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരും, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ ജില്ലകളിലുള്ള എല്ലാ പോഷക സംഘടനകളും വളരെ നല്ല നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനും അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും തീരുമാനങ്ങളും ഉപദേശങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന പോഷക സംഘടനകളാണ് എല്ലാ ജില്ലയിലും നമുക്കുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ല സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ ജമിയത്തുൽ ഉലമ അടക്കമുള്ള എല്ലാ പോഷക സംഘടനകളും എന്നും വളരെ സജീവമായ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിൻ്റെ പിന്നിൽ ശക്തമായി ഉറച്ചുകയും ചെയ്ത ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല എന്നുള്ളതിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. അതുകൊണ്ട് അന്നിൽക്ക് ഈ ജില്ലനോട് എന്നും നമ്മൾ കടപ്പെട്ടവരാണ്. നമുക്ക് ആ നന്ദി എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷിക സമ്മേളനം പാലക്കാട് ജില്ലയിൽ നിങ്ങൾ സ്ഥലം കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ വെക്കാമെന്നുള്ളത്.
ഞാൻ മുമ്പ് ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തീരുമാനിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ തെക്കിബീർ എഴുതിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അവിടെ നടക്കുന്നേ തെക്കിബീർ എഴുതിയാൽ മതി. അപ്പോൾ ഏതായാലും നമ്മൾ വളരെ നല്ല നിലക്ക് പ്രവർത്തിക്കുന്ന ഈ ജില്ലയിലുള്ള മഹാന്മാരാകുന്ന പണ്ഡിതന്മാരുടെ ഒരു പണ്ഡിത സംഘമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ. അത് അതിൻ്റെ മഹാന്മാരാവുന്ന അസാതിദത്ത് മശായിഖന്മാർ അതിനെ സ്ഥാപിക്കപ്പെടുമ്പോൾ അവർ നമുക്ക് വരച്ച് കാണിച്ചു തന്ന അവരുടെ പ്രത്യേക തീരുമാനങ്ങളും അവരുടെ ആ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് യാതൊരു നിലക്കുള്ള വ്യതിചലനം ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും സമസ്ത കേരള ജമിയത്ത്. പിന്നെ ചില അപസ്വരങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു 100 വർഷം ഒരു സംഘടന തികക്കുക എന്നുള്ളത്. എന്നോട് സംസാരിച്ചപ്പോൾ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം 100 വർഷമാണല്ലോ യാതൊരു നിലക്കുള്ള ആക്ഷേപമോ വിമർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു കേസോ ഇതൊന്നും ഇല്ലാത്ത നിലക്ക് ഈ സംഘടനനെ ഒരാൾക്കും ഏതെങ്കിലും ഒരു നിലക്ക് ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ യാതൊരു സാധ്യതയില്ലാത്ത നിലക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും ഇവിടെയുള്ള മറ്റ് ചില കക്ഷികളെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശക്തമായ ഒരു ശ്രമം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നതാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗത്തിൽ നിന്ന് ഏതെങ്കിലും നിലക്കുള്ള ഒരു വിഭാഗിക പ്രവർത്തനമോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടികളെയോ വിമർശിക്കുമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതുവരെ ചെയ്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വളരെ വിശുദ്ധമായ ആശയാദർശങ്ങളെ എതിർക്കണ എല്ലാവരെയും സമസ്ത എതിർക്കും, അതിൽ യാതൊരു സംശയമില്ല. അത് മുൻകാലത്തും എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർക്കുന്നുണ്ട്, ഇനിയും എതിർത്തുകൊണ്ടേയിരിക്കും ചെയ്യും. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ചില പാർട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ, അത് ആ ബന്ധങ്ങളെ തകർക്കാൻ വേണ്ടിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും ആ പാർട്ടികളെയൊക്കെ തെറ്റിക്കാൻ വേണ്ടി ചിലരിവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പോൾ ഒരു കാരണം. സമസ്തയിലുള്ള ഒരു വിഭാഗത്തിന് വേറെ ചില പാർട്ടികളുമായിട്ട് തെറ്റിപ്പിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അണികളെയും അതിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ മറ്റേതോ നിലക്ക് ചിത്രീകരിച്ചു കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ പ്രവർത്തകരൊക്കെ ഇന്ന പാർട്ടികൾക്കൊക്കെ എതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്നുള്ള ചില നേതാക്കന്മാരെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകരെ ഉപയോഗിച്ചു കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ രണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും വിലപ്പോവില്ല, അതൊന്നും നടക്കുകയില്ല, അത് വേറൊരു സംഭവം. ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആകത്തുക നമ്മൾ മനസ്സിലാക്കിയത്. വളരെ മോശമായ നിലക്ക് പിന്നെ കുപ്രചരണങ്ങളും ആ കളവുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഇതിനെ രണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾ. ഇത് നമ്മളിൽ നിന്നുള്ള ചിലരെ തന്നെ അതിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം, അത് നമ്മളെ പ്രവർത്തകരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പം ഞാൻ ആ വിഷയത്തിലേക്കൊന്നും ഈ അവസ്ഥ കടക്കുകയല്ല. ഇതാണിപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോകും, യാതൊരു സംശയമില്ല. അതിലേക്ക് അത് പിന്നെ നമ്മുടെ വരാൻ പോണ 400ാം സമ്മേളനത്തോടു കൂടി
സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണെന്നും അതിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ഒന്നുകൂടി ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഏതായാലും ഞാൻ സലാഹുദ്ദീൻ ഫൈസി പറഞ്ഞതുപോലെ ഈ പ്രസംഗത്തിലെ അവസാനമല്ല പറയണത്, ആദ്യമാണ് പറയണത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നെ 100-ാം വാർഷികം അടുത്ത 2026 ഫെബ്രുവരി ആദ്യ വാരത്തിൽ പിന്നെ കാസർഗോഡിനടുത്ത് കുനിയിൽ നടത്തപ്പെടുകയാണ്. അവിടെ വളരെ വിശാലമായി തയ്യാർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയ ഗ്രൗണ്ടാണ്. എല്ലാ സൗകര്യങ്ങളും അവിടെയുള്ളൊരു പ്രമുഖൻ, അതായത് ഇബ്രാഹിം ഹാജി എന്ന് വലിയ ഷാർജയിലുള്ള വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളാണത് മുഴുവനും. ആ സ്ഥലങ്ങൾ മുഴുവനും അദ്ദേഹം അവിടെ തയ്യാർ ചെയ്തുകൊണ്ട് നമുക്ക് തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നമ്മളോട് ബന്ധപ്പെട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉസ്താദന്മാർക്കും അതിൻ്റെ സാദാത്യങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും പണ്ഡിതന്മാർക്കും മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം നമ്മൾ പണ്ഡിതന്മാർ പണ്ഡിത ധർമ്മം, പണ്ഡിതന്മാർക്കുള്ള ദൗത്യം നമ്മൾ നിർവഹിക്കണം. അത് നിർവഹിക്കുക എന്നുള്ളത് നമ്മളൊരു നിർബന്ധമായ ഒരു ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്ല് അവ്വല് പ്രകാരമാണ് പണ്ഡിതന്മാർ ഖൈറുൽ ബരിയത്താണെന്ന് അല്ലാഹു ഇസ്ബാത്ത് ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഖുർആനിലുള്ള ആയത്തുകളെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, നമ്മൾ ഖിയാസിൻ്റെ ബാബിൽ ശക്ല് അവ്വൽ എന്ന് പറയുമല്ലോ, ആ ശക്ല് അവ്വൽ പ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ബാത്ത് ചെയ്യുന്നത്. പണ്ഡിതന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അവർ ഖൈറുൽ ബരിയത്താണ്. ഉലൈകഹും ഖൈറുൽ ബരിയ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് ഉലമാ. അപ്പോൾ ഉലമാ അള്ളാഹുവിനെ പേടിക്കുന്നവരാണ്. അള്ളാഹുവിനെ പേടിക്കുന്നവരോ അവർ ഖൈറുൽ ബരിയത്താണ്. അപ്പോൾ ഉലമാ ഖൈറുൽ ബരിയത്താണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ബാത്ത് ചെയ്യുന്നത്. അപ്പോൾ ഖൈറുൽ ബരിയത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി നമ്മളൊക്കെ പറയുന്നത് പോലെ 1-ാം ശക്കലിൻ്റെ പ്രകാരം നമ്മൾ തർത്തീബ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടപ്പെടുന്ന നതീജയാണ് ഉലൈകഹും ഖൈറുൽ ബരിയ. അപ്പോൾ ഖൈറുൽ ബരിയത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട നമ്മൾ ഖൈറുൽ ബരിയത്താവണം. ആ നിലക്കുള്ള സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പണ്ഡിതന്മാരിലുണ്ടാവണം. അതാണ് യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ തിരുഹദ്റത്തിലാണെന്നുള്ള ബോധത്തോടു കൂടി അത് പൂർണ്ണമായി ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധാരണക്കാർക്ക് സാധിക്കില്ല. അപ്പോൾ കഴിയണതും പരിപൂർണമായിട്ടും നമ്മൾ ഇസ്തിഖാമത്തിന് നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലാ യുതീഖഹാ ഇല്ലൽ അകാബിറുദ. ആ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. അത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വാജിബായ സംഗതിയാണ്. ആ സ്വഭാവ ഗുണങ്ങൾ പണ്ഡിതന്മാരാവുന്ന നമ്മളിലും ആ സ്വഭാവ ഗുണങ്ങളുണ്ടാവും. കാരണം അമ്പിയാക്കന്മാരെ വാരിഫീങ്ങളാവുമ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്നും നുബുവത്തിനെ ഇസ്തിഫാത്ത് ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹിബത്ത് റബ്ബാനിയത്താണ്. യഹബുഹാ ലിമൻ യശാഉ മിൻ ഇബാദിഹി. അപ്പോൾ അത് അള്ളാഹു അതിനു വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ നുബുവത്ത് നൽകപ്പെടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നെ നബിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പോൾ അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം പണ്ഡിതന്മാർക്ക് ഉണ്ടാവും വേണം. ആ ബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ശക്തമായ ഒരു ബന്ധം ഉണ്ടാക്കി തീർക്കേണ്ടത്? അതാണ് നുബുവത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നുബുവത്തിൻ്റെ ബാത്തിന് അത് വിലായത്താണെന്നാണ്. അപ്പം അമ്പിയാക്കന്മാരിൽ നിന്നും ആ വിലായത്തിനെ പണ്ഡിതന്മാർ ഇസ്തിഫാത്ത് ചെയ്യാം, പണ്ഡിതന്മാർക്ക് കഴിയാം. ഇതായിരുന്നു മുൻകഴിഞ്ഞ നമ്മളെ മഹാന്മാരാവുന്നതായ ഉസ്താദന്മാരൊക്കെ. അങ്ങനല്ലേ? യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു. വളരെ നീതിവാന്മാരാവുന്ന ആളുകൾ,
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സർവ്വ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് അള്ളാഹു നിരോധിക്കപ്പെട്ടതായ സംഗതികൾ അത് കറാഹത്തായാലും ഖിലാഫുൽ ഔലിയായാലും ഒക്കെ ഒഴിഞ്ഞിരിക്കണം. ആ നിലക്ക് ജീവിക്കണവരായിരുന്നു മുൻകഴിഞ്ഞതായ നമ്മളെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ജീവിത രീതിയായിരുന്നു. അവർ ഹറാമെന്ന് മാത്രമല്ല ഒഴിഞ്ഞുന്നത്, കറാഹത്തുനിന്ന് അവർ ഒഴിഞ്ഞു. കറാഹത്തുനിന്ന് മാത്രമല്ല, അവർ ഖിലാഫുൽ ഔലയിൽ നിന്ന് ഒഴിഞ്ഞു. പഴയ കാലത്തുള്ള വലിയ വലിയ ഉസ്താദന്മാരൊന്നും അവർ തുണി നീലം കൂടി ചെയ്യൂല. അപ്പം ഞാൻ തന്നെ ഒരിക്കൽ ബഹുമാനപ്പെട്ട വെളിമിക്ക് മഹമ്മൂട്ടി മുസ്ലിയാർ നബർ അല്ലാഹു മർക്കദ, വലിയ മഹാനായിരുന്നു. വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്. ഉസ്താദന്മാർക്ക് ഒക്കെ അറിയാം മൂപ്പരെ പറ്റി. വലിയ എല്ലാ ഫന്നിലും മുഹഖിഖായ മഹാനാവുന്ന ഷെയ്ഖുന തന്നെ ഒരിക്കൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ മൂപ്പരും ഷെയ്ഖുനാൻ്റെ ഈശനും കൂടിയാണ്. നന്ദി അറുസ്സലാം അറബി കോളേജിലെ മുദരീസായിരുന്നു. അങ്ങനെ പല സ്ഥലത്തും മുദരീസായിട്ടുണ്ട്. എല്ലാ ഫന്നും എല്ലാം തിരിഞ്ഞാണ്. അപ്പോൾ ഷെയ്ഖുന പുറത്ത് കൊട്ടി പറഞ്ഞു, മഹമ്മൂട്ടിലെ നിങ്ങൾ മന്ദിക്കിൽ ഇത്ര ഉഷാറാണോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ഷെയ്ഖുനോടുള്ള സംസാരത്തിൽ എന്താ ഒരു മന്ദിക്കിയാവുന്നതായ ഒരു ബഴത്ത് വന്നപ്പോൾ അപ്പം അതിൽ വലിയ മാനവ മൂപ്പര് ആദ്യ കാലങ്ങളിലൊക്കെ നീലം പോലും മുക്കൂല തുണിയിൽ കുപ്പായത്തിലൊന്നും. അപ്പം ഞാൻ ഇപ്പം അടുത്ത മൂപ്പര് വഫാത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ ഉസ്താദന്മാരെ പോലെ കാണുന്ന ആളാണ്. നമ്മളെ ഉസ്താദൊന്നും അല്ലെങ്കിലും ഉസ്താദാവാൻ പ്രായമുള്ള ആളാണ്. പ്രത്യേകിച്ച് എൻ്റെ ഉസ്താദ് കുഞ്ഞി മുസ്ലിയാർ പിന്നെ മൂപ്പരെടുത്ത് ഓതാൻ പോയിട്ട് ഭക്ഷണം അവിടെ ചെലവിട്ടാത്തതുകൊണ്ട് അവിടെ തിരിച്ചു പോകുന്ന ഉസ്താദ് പറയലുണ്ട്. അപ്പോൾ വേറെയും മൂപ്പരെ പറ്റിയുള്ള ചില സംഭവങ്ങളൊക്കെ പറയലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും പറയല്ല. അപ്പോൾ അവനോട് ഇപ്പം ഞാനല്ല അലക്കലൊന്നും, മുമ്പ് ഞാൻ തന്നെ അലക്കൽ. അപ്പോൾ ആരെങ്കിലും കുട്ടികളൊക്കെ അലക്കിട്ടാണ്. അപ്പോൾ ഓരോ ഇഷ്ടത്തിന് ഒരു നീലോ ഉജാലൊക്കെ ഇഷ്ടമുള്ള അത്ര മുക്കും, ഞാൻ പിന്നെ ശ്രദ്ധിക്കില്ല. അപ്പം അത്രമാത്രം ജീവിതത്തിൽ സംഗതികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരിൽ മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ. നമ്മളെ കണ്ണീത്ത് ഉസ്താദിനെ പറ്റി നമ്മൾ കേട്ടിട്ടില്ലേ? മൂപ്പരെ മൂക്കിലൊരു ചെറിയ ഒരു മാംസപിണ്ഡം വളർന്നിരുന്നു. അപ്പോൾ ആരോ മൂപ്പരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ പിന്നെ നാവൂരിന്ന് പോയിരുമ്പോൾ അല്ല മുത്തുപേട്ട പോയാൽ മതി, അവിടുന്ന് ഇതൊക്കെ ഓപ്പസ് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ മൂപ്പര് പോയി എന്ന് പറഞ്ഞു. പോയി അവിടെ നിന്നപ്പോഴേ 1-2 ദിവസം നിന്നെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും ഓപ്പസ് ചെയ്ത് പോണില്ല. അപ്പോൾ മൂപ്പർക്ക് ദേഷ്യം പിടിച്ചു തന്നെ. മൂപ്പര് മക്ബറയിൽ വന്ന് പറഞ്ഞു, ഞാനിവിടെ പിന്നെ കാലാകാലം താമസിക്കാൻ വന്നതല്ല, എനിക്ക് വേഗം ഇവിടുന്ന് പോകണം, എനിക്ക് ദർശനമുള്ളതാണ്. നിങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ എടുത്തു കളയുന്നല്ലേ പറഞ്ഞു. എന്നാൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇത് എടുത്തു കളയണം, അല്ലെങ്കിൽ ഞാൻ നാളെ പോകുന്നതാണ്. അങ്ങനെ മൂപ്പര് ഒതുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മൂപ്പർക്ക് തുമ്പൽ വന്നു എന്നാണ്. തുമ്പിയപ്പോൾ മൂക്കിലുള്ള ആ മാംസ കഷ്ണം ഉണ്ടല്ലോ, ആ വളർന്നു വന്നിരുന്ന ആ മാംസപിണ്ഡം അത് ചാടിപ്പോയി. അപ്പം നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവിടെ നടക്കുമത് ആലോചിച്ചോക്കണം. നമ്മളൊക്കെ പോയിട്ട് ഞാൻ എനിക്ക് തിരക്കാണ്, എനിക്ക് നാളെ ദർശനം എടുത്താണ്ട് ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അത് പറയേണ്ടവർ പറഞ്ഞ സംഗതിയൊക്കെ നടക്കും, അത് വേറൊരു സംഗതി. അപ്പോൾ അതിരുന്ന് അവരൊക്കെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അങ്ങനത്തെ മഹത്തുക്കളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കൊക്കെ നേതൃത്വം നൽകിയവർ. മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമയും അങ്ങനെ തന്നെ. അവരെ പറ്റിയുള്ള പലതും നമുക്കറിയാം. അതോടൊപ്പം അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ചില സംഗതികളുണ്ട്. മൂപ്പരോട് ഒരു ബന്ധമില്ലാത്തത്, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും വേണം. എഴുതപ്പെട്ട പലതിലും പലരും വിവരമില്ലാതെ പലതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിലും അവരെ വലിയ ആൾ തന്നെയായിരുന്നു. അവർ നമ്മളൊക്കെ ജാമിയ വീട്ടിൽ പഠിക്കുന്ന കാലത്താണ് അവിടുന്ന് ഒരാളെ പുറത്താക്കണത്. ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, മൂപ്പര ഹയാത്ത് കാലത്ത് പറയില്ലെന്ന് മാത്രം, അത് മൂപ്പരിനോട് അത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പുറത്താക്കണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, അന്ന് വെളിമുക്കിലുള്ളൊരു മൊയ്തീൻകുട്ടി മുസ്ലിയാരുണ്ട്. അയാളും ഈ പുറത്താക്കപ്പെടുന്ന വ്യക്തിയും വേറൊരു കുട്ടി കൂടി ഭക്ഷണം കഴിച്ച് വരിക. അപ്പോൾ ആ നടുക്കിലുള്ള അവനോട് ഇവിടെ വരാൻ വന്നതാണ്. അന്ന് അവനോട് പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല, ഈ ഇപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരോടൊന്ന് പുറത്താക്കി. അന്നത്തെ ഉസ്താദന്മാരും കമ്മിറ്റിക്കാരൊക്കെ ഷെയ്ഖുനോട് പറഞ്ഞു, അവനെ പുറത്താക്കാൻ പാടില്ല, അവൻ അവിടെ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു. അന്ന് ഷെയ്ഖുന പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവൻ നല്ലവനാണെങ്കിൽ അവൻ ഇവിടെ നിൽക്കട്ടെ, ഞാനിവിടെ കൂലാന്ന്. അപ്പോൾ ഞാൻ നിൽക്കണം അവൻ നിൽക്കണമെന്ന് ചോദിച്ചു.
അല്ല അത് നിങ്ങളതിനെ നിൽക്കണം എന്ന് പറഞ്ഞു. നാവാൻ പോട്ടെ എന്ന് പറഞ്ഞു. പുറത്താക്കി ഒരാഴ്ച കഴിയുമ്പോഴോ കോളേജിൻ്റെ മുന്നിൽ വന്ന് ജീപ്പുമൊക്കെ ആയി ക്രിസ്ത്യാനികളെ സുവിശേഷ പ്രസംഗം ചെയ്യാണ്. അപ്പം അന്ന് പലരും ഷെഹുലാനോട് എന്ന് പറഞ്ഞു, നിങ്ങൾ പുറത്താക്കിയ ആൾ ഇവിടുന്ന് സുവിശേഷ പ്രസംഗം നടത്തുന്നുണ്ട്. അപ്പം മൂപ്പര് പറഞ്ഞു, അത് എന്നോടല്ല പറയേണ്ടത്, അന്ന് സംശയമുള്ളവരോടൊക്കെ പോയി പറഞ്ഞു കൊടുത്താലടാ. എനിക്ക് അന്നേനെ മനസ്സിലാക്കണം അവൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി ആ ഹൃദയത്തിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വരെ കഴിയുന്ന ആളുകളായിരുന്നു അവരൊക്കെ. അതൊരു അത്ഭുതമുള്ള സംഗതിയൊന്നുമല്ല. അതിൻ്റെ ഇപ്പം നമ്മൾ ഹൃദയത്തിൽ നിന്നല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് സംഗതികളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതിൻ്റെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ? അതിൻ്റെ ഭൗതികമാവുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. രണ്ടേൽക്കാണ് ആണ്, ഒന്ന് ഇലാഹിയായ ടെക്നോളജിയാണ്. അപ്പോൾ നമുക്കൊക്കെ സംശയം, എന്താ മറഞ്ഞ കാര്യം അറിയുന്നോ? എങ്ങനെ അറിയാം? അത് അള്ളല്ലേ അറിയുള്ളൂ. അള്ള മാത്രം അറിയുന്നതല്ല പറഞ്ഞത്, അള്ളാഹു അറിയുന്ന രൂപത്തിൽ ലോകത്തുള്ള ആർക്കും അറിയാൻ കഴിയില്ല. അതാണ് അള്ള എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാ ആ അവസ്ഥയിലല്ല ഉള്ളത്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ? അതിൻ്റെതായ ഇലാഹിയായ മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അള്ള മനസ്സിലാക്കണമെന്ന് അള്ള അറിയണത് പോലെയല്ല. അതാണ് വ്യത്യാസം. അള്ളി അവർ തമ്മിലുള്ള വ്യത്യാസം. അള്ള അറിയണത് പോലെ അവർ അറിയുമെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ അറിയണ രൂപത്തിലല്ല അറിയണത്. ഇപ്പം എന്താ, ഇപ്പോൾ റസൂലുള്ളാഹി ബഹിരാകാശ സഞ്ചാരം നടത്തിയില്ലേ, അതിന് വല്ല കുഴപ്പമുണ്ടോ? അത് ഇന്നത്തെ പോലുള്ള വല്ല പേടകം ഉപയോഗിച്ചിട്ടാണോ? അല്ല, അത് പൂർണ്ണമായിട്ട് അസാധാരണത്വം തന്നെ അത്. പക്ഷെ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി അതിന് പേടകം ഉപയോഗിച്ചിട്ടോ അല്ലാതെ ആവട്ടെ, അത് ഇലാഹിയായ ഒരു പേടകമായിട്ടുണ്ടാവും ഉപയോഗിച്ചിട്ട്. ചിലപ്പോൾ പേടകം ഇല്ലാതെ പോവാം. പക്ഷെ ഒരു മാർഗം റസൂലുള്ളാഹി ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇലാഹിയായ ഒരു മാധ്യമമാണ്. ഇവിടെ ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശ സഞ്ചാരം നടത്തുന്നത് അവരും അങ്ങനെ തന്നെ. അവർ ഭൗതികമായി വികസിപ്പിച്ചെടുത്ത അതിൻ്റെ മാധ്യമങ്ങൾ അവർ ഉപയോഗിക്കുന്നതേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഒരു കൂട്ടർ ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കണം, മറ്റൊരു കൂട്ടർ ഭൗതികമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കും. ഇതേ വ്യത്യാസം. റസൂൽ പറഞ്ഞില്ല, ഇനി അറാക്കും വറായി വഹരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നിൽ പോയി എന്നാൽ കാണുന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഞാൻ ഈ കാണുന്നതിൻ്റെ യഥാർത്ഥ ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിൻ്റെ മുന്നിലല്ല നിങ്ങളുള്ളത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളെ കാണാനുള്ളതായ പ്രത്യേകമാവുന്ന അതിൻ്റെ ഒരു കുവ്വത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസിത്ത എൻ്റെ കൈവശമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആലത്ത് എൻ്റെ കൈവശമുണ്ട്. ഈ ആലത്ത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്ന ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെന്താ കുഴപ്പം? അപ്പോൾ നമ്മൾ മഹാന്മാരാവുന്ന നമ്മുടെ മുൻഗാമികൾ, സമസ്തകളുടെ ജമീയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പണ്ഡിതനക്ക് ഉണ്ടാവേണ്ടത് വിലായത്തിൻ്റെ സ്വഭാവമാണ്. ആ വിലായത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിലേ അവൻ യഥാർത്ഥ പണ്ഡിതനാവുള്ളൂ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അല്ലെങ്കിൽ അള്ളാഹുവിനക്ക് വലിയില്ല എന്ന് ഇമാം ഷാഫി പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ കാണുന്ന നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെന്നല്ല. യഥാർത്ഥ ഒരു പണ്ഡിതനാണെങ്കിൽ അവനക്ക് അമ്പിയാവുമായിട്ട് അവനക്ക് ബന്ധം ഉണ്ടാവണം. ആ ബന്ധം സ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവനിൽ ഏത് വേണം? ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടാവണം. ഇതായിരുന്നു നമ്മളെ മുൻകഴിഞ്ഞതായ പണ്ഡിതന്മാർ. അപ്പോൾ അവരിലൊക്കെ ഇസ്തിഖാമത്ത് പൂർണ്ണമായി, അല്ലെങ്കിൽ ഒരു മനുഷ്യനിക്ക് എത്രമാത്രം അതിൽ ഉയരാൻ പറ്റുമോ ആ നിൽക്കൊക്കെ നിൽക്ക് ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവമുള്ളവരെ ഇന്ന് നമ്മളെ മുൻഗാമികളാവുന്ന പണ്ഡിതന്മാർ മുഴുവൻ നമ്മുടെ ഉലമായിനാണ്. ആലിമീങ്ങൾ എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടുള്ളത്. ആ നിൽക്ക് ആരാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ? അവർ വലിയ പണ്ഡിതനല്ലേ? എന്നിട്ട് മഹാനാവുന്ന സെയ്ദ് ഇബ്നു സാബിത്ത് തങ്ങൾക്കുള്ള ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ മൂപ്പര വാഹനത്തിൻ്റെ ആ മുക്കയർ പിടിച്ചു ഖിദ്മത്ത് ചെയ്ത് കൊടുത്തു എന്നാണ്. എന്നിട്ട് മൂപ്പര് പറഞ്ഞത് ആക്കഥാ ഉമിർന അൻ അഫ്അല, അല്ലെങ്കിൽ ആക്കഥാ ഉമിർത്തു അൻ അഫ്അല ബി ഉലമായിന, അല്ലെങ്കിൽ അൻ അഫ്അല ബി ഉലമായി. നമ്മൾ ആലിമീങ്ങളെ കൂടെ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നാണ്. അതാണ് ദീൻ്റെ ഷിയാറുകളെ ബഹുമാനിച്ചുകൊണ്ടുള്ളതായ ഒരു സ്വഭാവങ്ങളായിരുന്നു പഴയ കാലത്തുള്ള ആലിമീങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. ദീൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കാം. ദീൻ്റെ ഷിയാറുകളെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാരെ ബഹുമാനിക്കണം. അവർ ദീൻ്റെ ഷിയാറുകളാണ്. ഉസ്താദന്മാരെ ശരീക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം. ഉസ്താദന്മാരെ നമ്മൾ ബഹുമാനിക്കണം. അവരോടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അങ്ങനെയൊക്കെയല്ലേ? ഉസ്താദന്മാർ ദർസ് നടത്തിയ സ്ഥലത്തിൽ നമ്മൾ ബഹുമാനിക്കണം. മഹാന്മാരൊക്കെ ദർസ് നടത്തിയ സ്ഥലത്തിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. മഹാനാവുന്ന ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ അഷ്റഫിയ മദ്രസയിൽ മുദരിസായി വന്നപ്പോൾ അവിടുത്തെ ആളുകൾ പരിചയപ്പെടുത്തി ഇവിടെ ഇരുന്ന് ഇമാം നവവി തങ്ങൾ ദർസ് നടത്തിയിരുന്നത്. ഇമാം നവവി തങ്ങൾ അവിടെ ഇരുന്നിരുന്ന് ഫത്വ എഴുതിയിരുന്നത്. ഇമാം നവവി തങ്ങൾ കിതാബ് എഴുതിയിരുന്നത് ഈ സ്ഥലത്ത് വെച്ചുകൊണ്ടിരുന്നു. മൂപ്പര് ഉറങ്ങിയത് ഇവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ
തഖീദ്ദീൻ സുബ്കി തങ്ങൾ മൂപ്പര് അറിയാതെ പറഞ്ഞു പോയി എന്നാ. മൂപ്പര് ഹൃദയത്തിൽ നിന്ന് പ്രത്യേകമാവുന്ന ഒരു സ്വരം ഉത്ഭൂതമായി പുറത്തു വന്നു. وفي دار الحديث لطيف معنى إلى بسط لها سبوا لعلي أن أنال بحر وجهه مكانا مسه قدم النوابين. അപ്പം നബീമാമിൻ്റെ കാലുകൊണ്ട് പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഈ സ്ഥലം ഞാനൊന്ന് ചുംബിക്കട്ടെ, എൻ്റെ പിന്നെ അവിടെ ഒന്ന് അമർത്തി വെക്കട്ടെ എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. ആ നിലക്ക് ബഹുമാനം എന്നുള്ളത് മുൻകഴിഞ്ഞ കാലഘട്ടത്തിൽ പണ്ഡിതന്മാരിലുണ്ടായിരുന്നു. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ ഇഷ്യനാണ് ഇമാം ഹുമൈദി തങ്ങൾ. ഇമാം ബുഖാരി തങ്ങൾ തന്നെ ആദ്യത്തിൽ ഹദസൻ ഹുമൈദി എന്ന് പറഞ്ഞ് ഹുമൈദിൻ്റെ ഹദീസ് ആദ്യം കൊണ്ടുവരാനുള്ള കാരണം തന്നെ മഹാനാവുന്ന ഷെയ്ഖിനൊക്കെ പറയൽ എന്താണെന്നറിയോ, ഈ ഇമാം ബുഖാരി തങ്ങൾ ഇമാം ഷാഫി തങ്ങളെ മദ്ഹബേരനാണ്. ചില ആളുകൾ പറയുന്നത് മൂപ്പർക്ക് ഒരു മദ്ഹബും ഇല്ലായിരുന്നു, മൂപ്പര് ഒരു മുഖ്തലൊക്കെ മുജിത്തഹീദ് എന്നൊക്കെ പറയലുണ്ട്. അത് ഹനഫികൾക്കൊക്കെ പോലെ മദ്ഹബേരനാണെന്ന് പറയാൻ കഴിയണില്ല. അങ്ങനെയുള്ള നമ്മളാളാന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇമാം ഷാഫിൻ്റെ ഒപ്പം കൂടി എന്ന് പറയണ്ട. അപ്പം മൂപ്പര് മുത്തലൊക്കെ മുജിത്തഹീദാന്നൊക്കെ ചെല്ലുക. എന്താവട്ടെ, അതൊരു ചർച്ചയാണ്, അതിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കിടക്കല്ല. അപ്പം ഇമാം ബുഖാരി തങ്ങൾ ആദ്യമായിട്ട് ഹദസൽ ഹുമൈദി എന്ന് പറഞ്ഞ് ആ ഹദീസ് കൊണ്ടുവരാൻ കാരണം തന്നെ അതുകൊണ്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഇമാം ഷാഫി തങ്ങളെ ഈശ്വരാണ് ഇമാം ഹുമൈദി തങ്ങൾ. ഇമാം ഹുമൈദി തങ്ങൾ പറയലുണ്ട്, സാഹിബത്തു ഷാഫിയ മീ മക്ക ഇല മിസ്ർ, മക്കത്ത് മുതൽ മിസ്ർ വരെ ഇമാം ഷാഫീൻ്റെ കൂടെ ഞാൻ പോന്നു. ഓ യസ്തഫീദു മിന്നിൽ മസായിൽ വാൻ അസ്തഫീദു മിൻ ഉൽ മസായിൽ എന്നാണ്. മൂപ്പര് എന്നോട് ചോദിച്ചു പഠിച്ചു, ഞാൻ മൂപ്പരോടും പഠിച്ചു. ആരായി പറയണത്? ഇമാം ഷാഫി തങ്ങളെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രമുഖനാവുന്ന ഇമാം ഹുമൈദി തങ്ങൾ ഇമാം ഷാഫിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പെട്ട അനുഭവമാണ് പറയുന്നത്. എന്നോട് ചോദിച്ചു പഠിച്ചു എന്ന്. സക്കരിയ അൻസാരി തങ്ങൾ പറഞ്ഞില്ലേ, വലിയ മഹാനല്ലായിരുന്നോ മൂപ്പര് ഷാഫി സഗീർ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. മൂപ്പര് പറഞ്ഞല്ലോ, അന ബൈനൽ ഹജറൈനി ഒ ബൈനൽ ജലാലൈനി ഒ ബൈനൽ കമാലൈനി. എൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു ഹജറുണ്ട്, ആ ഹജറാണ് എൻ്റെ വളർച്ചൻ്റെ നിദാനം. എൻ്റെ ഈശ്വന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു ഹജറുണ്ട്, അതാണ് അതും എൻ്റെ വളർച്ചൻ്റെ നിദാനമാണ്. എൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു ജലാലുണ്ട്, എൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ജലാലുണ്ട്. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ജലാലും ഉസ്താദന്മാരുടെ കൂട്ടത്തിലുള്ള ജലാലും, ഈ രണ്ട് ജലാലും കൂടുമ്പോഴാണ് ഞാൻ വളരണമെന്നാണ് പറയുന്നത്. എൻ്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ ഒരു കമാലുണ്ടായിരുന്നു, എൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലും ഒരു കമാലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂപ്പര് എപ്പോഴും അന ബൈനൽ ഹജറൈനി ഒ ബൈനൽ ജലാലൈനി ഒ ബൈനൽ കമാലൈനി, രണ്ട് ജലാലിൻ്റെയും രണ്ട് കമാലിൻ്റെയും രണ്ട് ഹജറിൻ്റെ ഇടയിലാണ് എൻ്റെ വളർച്ച. അതാണ് ഇമാം ഹുമൈദി തങ്ങൾ പറഞ്ഞത്. ഇമാം ഷാഫി തങ്ങൾ ഈശ്വരനാണ്. പക്ഷെ മൂപ്പര് പറഞ്ഞു സാഹിബത്തു ഷാഫിയ മീൻ മക്കത്തെ ഇലാ മിസ്ർ, മക്കത്ത് നിന്ന് മിസ്ർ വരെ ഇമാം ഷാഫീൻ്റെ കൂടെ ഞാൻ പോകുന്നു. പക്ഷേ വാന അസ്തഫീദ് മിനുൽ മസായിൽ, അത് ഓക്കെ, ഞാൻ 30 മസാലകൾ ചോദിച്ചു പഠിച്ചു, ഉസ്താദ്മാരിൽ നിന്നാണ് ചോദിച്ചു പഠിച്ചത്. ഓ അസ്തഫീദ് മിന്നിൽ മസായിൽ, എന്നോട് 30 ചോദിച്ചു പഠിച്ചു എന്നാണ്. അപ്പം ശിഷ്യന്മാരോട് ചിലപ്പോൾ ചോദിച്ചു പഠിക്കേണ്ടി വരും, ചിലപ്പോൾ അതിന് നമ്മൾ ലജ്ജുണ്ടാകാൻ പാടില്ല, ഉസ്താദ്മാരോടും ചോദിച്ചു പഠിക്കേണ്ടി വരും. ആ നിലയ്ക്ക് ഇൽമിനെ വികസിപ്പിച്ചെടുക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അതാണ് പിന്നെ ഷിആറുകളെ ബഹുമാനിക്കുക. ദീൻ്റെ ഷിആറുകളാണ് ഉസ്താദന്മാരോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ദീൻ്റെ ഷിആറുകളല്ലേ. അതിന് ബഹുമാനിക്കലും ആദരവ് ഒരു മുത്തഅല്ലിമിൻ്റെ മനസ്സിലുണ്ടാവണം, ഒരു പണ്ഡിതൻ്റെ ഹൃദയത്തിലുണ്ടാവണം. നല്ലവൻ്റെ ഇൽമ വളരുള്ളൂ, അല്ലാഞ്ഞ അവൻ്റെ ഇൽമ വളരില്ല. എപ്പോഴും നമുക്ക് പുതിയതായ പലതും ഓരോ ദിവസവും ഒരു പുതിയ അറിവ് നമ്മൾ പഠിച്ചു എന്നുള്ളതെങ്കിലും നമുക്ക് പഠിച്ചു എന്ന് ഉറപ്പ് പറയാൻ കഴിയണം. അങ്ങനെയല്ലേ, എന്തെല്ലാം സംഗതികൾ പഠിക്കാണ്ട്. ഇപ്പോൾ ഒബിൽ ജുംലത്തി ഒഫിൽ ജുംലത്തി രണ്ടും വ്യത്യാസമല്ലേ. ഒബിൽ ജുംലത്തി എന്ന് പറഞ്ഞാൽ ഒഫിൽ ജുംലത്തി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിലല്ല. ഹാസിലുൽ കലാം മഹസലുൽ കലാം രണ്ടും ഒരു അർത്ഥത്തിലല്ലോ പറയേണ്ടത്, രണ്ടും വ്യത്യാസമുണ്ട്. ഫൈൻ കുൾത്ത വൈൻ കുൾത്ത രണ്ടും പറഞ്ഞ വ്യത്യാസമുണ്ട്. അങ്ങനെ ഫുഖഹാഇൻ്റെയും മറ്റുള്ളതായ അയിമത്തിൻ്റെയും കിതാബുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരെ പ്രയോഗങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടാവും. ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? ഇതൊക്കെ പഠിച്ച് കുട്ടികളിലേക്ക് അതിനെ നമ്മൾ തഹ്ഖീഖ് ചെയ്ത് പറഞ്ഞു കൊടുക്കണ്ടേ? മഹാനായ അബൂ അലിൽ ഫാരിഖി തങ്ങൾ പറഞ്ഞതുപോലെ മൂപ്പര് ഈശ്വരോട് പറഞ്ഞു, യാ ബുനയ്യ അൽ യൗമ അത്തഹ്ഖീഖ് ഇമ്മാ തഹ്രീഖുൻ ഔ തംസീഖ് എന്നാണ്. അത് ഒന്നിരിക്കലും അത് മുഹറക്കായി പോയി അല്ലെങ്കിൽ മുമസ്സക്കായി പോയി. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇത് തഹ്ഖീഖൊന്നും ആർക്കും വേണ്ട. ഒരു ലഫ്ദ് പറഞ്ഞാൽ ആ ലഫ്ദിനോട് ബന്ധപ്പെട്ട തഹ്ഖീഖാത്തുകളോ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ ഭാഷാപരമായ മറ്റുള്ള വിഷയങ്ങളോ ഇതിലേക്കൊന്നും കടന്നുകൊണ്ടുള്ള ചർച്ചകളോ അത് മനസ്സിലാക്കൊന്നും നമ്മൾ ചെയ്യണില്ല.
അപ്പോൾ ഇന്നൽക്ക് നമ്മളൊക്കെ എല്ലാം പഠിഞ്ഞു, എല്ലാം മതിയായി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കപ്പെടലോടുകൂടെ എല്ലാം കയ്യിലായി എന്നുള്ളതായ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താക്കണമെന്ന് ഇന്നല്ല പഠിക്കാത്തൊരു ഇൽമ് നാളെ പഠിക്കാൻ വേണ്ടി നമ്മൾ പണ്ഡിതന്മാർ നമ്മൾ ശ്രമിക്കണം. കിതാബുകൾ അതിൻ്റെ ഇബാറത്തുകളൊക്കെ ശരിക്ക് ഹല്ല് ചെയ്ത് കുട്ടികൾക്ക് അതിൻ്റെ തഹ്ഖീഖ് തദ്ഖീഖാത്തുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിലേക്ക് കുട്ടികൾക്ക് ലദ്ദത്തുണ്ടാക്കി തീർക്കണം. നമ്മളാദ്യം കിതാബിനോടുള്ള ലദ്ദത്ത് അവരെ മനസ്സുകളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി തീർക്കണം. അതിലേക്ക് അവരെ ആകർഷിപ്പിക്കണം നമ്മൾ. ആ നിൽക്കാവണം നമ്മളെ പാഠ്യ പദ്ധതി അധ്യാപന രീതിയൊക്കെ. ആ നിൽക്കാവുമ്പോഴേ അതിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെടുള്ളൂ. ചില ഉസ്താദന്മാരിലേക്കൊക്കെ കുട്ടികൾ ആകർഷിക്കപ്പെടാനുള്ള കാരണം എന്താ? പഴയ കാലത്തൊക്കെ ചില ഉസ്താദന്മാരിലേക്ക് പ്രത്യേകം ആകർഷിക്കപ്പെട്ടു. അവരെ ആ അധ്യാപന രീതിയാണ്. അതോടുകൂടി അവരോടുള്ളതായ സ്നേഹവും മഹബത്തും ഒക്കെ അതുണ്ടാവണം. അതോടുകൂടി അവർക്ക് നമ്മളോടുള്ള ബഹുമാനവും ആദരവൊക്കെ അതുണ്ടാവണം. പണ്ഡിതന്മാർക്ക് യോജിക്കാത്തതായ പ്രവൃത്തികൾ, മോശമായ കസബുകൾ, ആ തൊഴിലുകളെ തൊട്ടൊക്കെ നമ്മൾ ഒഴിഞ്ഞിക്കണം. ഒരു പണ്ഡിതൻ്റെതായ ഒരു ഹുർമത്ത്, ഒരു ബഹുമാനം, ഒരു ആദരവൊക്കെ ഉണ്ട്. അതിന് എതിരെ വരുന്നതായ ജോലികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക. ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആവരുത്, ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് നമ്മളെ ഇൽമിനെ ഉപയോഗപ്പെടുത്തുന്നത്. അത് വലിയ അപകടം ചെയ്യും. മക്കാദുഹൂമിനാർന്ന റസൂല പറഞ്ഞു, താല്പര്യങ്ങൾക്ക് വേണ്ടി ഇൽമിനെ ഉപയോഗപ്പെടുത്തിയാൽ നരകത്തിലാണെന്നുള്ള ആ സീറ്റിനെ അവനെ ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ താല്പര്യങ്ങൾ തന്നെ നമ്മൾ എന്താവും, എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെ ദുന്യാവിൽ ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെയുള്ളൂ. അതിന് പോയാൽ എത്ര പൈസ കിട്ടും, ഇതിന് പോയാൽ എത്ര പൈസ കിട്ടും, ഇതിന് എങ്ങനെ ഇത് പൈസ വാങ്ങണ്ടെന്നല്ല ഈ പറഞ്ഞിരുത്ത. പൈസ വാങ്ങണം, അത് വേറെ സംഗതി. പൈസ തരുമ്പോഴൊക്കെ വാങ്ങാം. ഷെഹുന സംസുലമ പറയുന്ന പോലെ ആര് കൊടുത്തു തന്നാലും ഞാൻ വാങ്ങുമെന്ന് പറയും. വേഗം കൈ കാട്ടും മൂപ്പർ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന മൂപ്പർ എന്നോട് പറയും, എല്ലാവരും എന്നോട് പല പ്രാവശ്യം എന്നോട് നിങ്ങളൊക്കെ ആരെങ്കിലും നീ തന്നാൽ നിങ്ങൾ എന്താ പറയല്, അവിടെ വെച്ചോളി എന്ന് പറയും. അവിടെ വെച്ചോളി എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ കീസിയിൽ വെച്ചോളി എന്ന് പറയും, ഞാൻ കയ്യിൽ വാങ്ങണില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ ഈ മനുഷ്യൻ അയാളെ കീസിയിൽ വെച്ചിക്കാൾ നിൽക്കുക, എന്നാൽ നിങ്ങളെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ തങ്ങളെ? അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ചോളി ഇത് നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചോളി. ഞാനതല്ല, ഞാൻ വേഗം വാങ്ങും. അപ്പോൾ എല്ലാവരും ഇതിനെ പറ്റി വിചാരിക്കരുതാ മൂപ്പര് ഇതിനോടൊക്കെ വലിയ മഹബത്തുള്ള ആളാണ്. മൂപ്പർക്ക് ദുന്യവിനോട് ഒരു മഹബത്തും ഇല്ല. ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. മുമ്പ് ഒരു ഗൾഫിൽ നിന്ന് ഒരാൾ ഒരു പെട്ടി കൊണ്ടു കൊടുത്തു. ഞാനൊക്കെ അപ്പോൾ മൂപ്പരെ അവിടെ റൂമിലുണ്ട്. മൂപ്പര് കൊണ്ടുവന്ന് അവനോട് തന്നെ അവിടെ വെച്ചോന്ന് പറഞ്ഞു. ഓൻ കുറേ വർത്താനം പറഞ്ഞ് പോയി. നമ്മൾക്കൊക്കെ പെട്ടി കൊടുക്കുന്നവനാണെങ്കിൽ വേഗം പൊയ്ക്കോന്നാണേക്കാരം ഞാൻ പറയാം. അവരെ പെട്ടി തുറക്കണ്ടേ? അപ്പം നമ്മളെ മനസ്സ് മുഴുവൻ പെട്ടിക്കാണേക്കാരം. അപ്പം ഞാൻ നമ്മളോടൊക്കെ വന്ന് എന്നാൽ ഇവിടെ ബസ് കിട്ടൂല, വേഗം കയറി പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇപ്പം പോയിട്ടുമല്ലേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. മൂപ്പര് അവനോട് വർത്താനമൊക്കെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഓൻ പോയതിന് ശേഷം മൂപ്പര് ഖാദിമിനോട് പറഞ്ഞു, ആ പെട്ടി ആ കട്ടിൻ്റെ അടിയിൽ ഇട്ടാളിടാം. അത് വെച്ചാളെന്നല്ല പറഞ്ഞ, ഇട്ടാളെന്നാണ്. കുറേ ദിവസം ആ പെട്ടി അവിടെ കരുതിന്. അപ്പം നമ്മളൊക്കെ ഇടയ്ക്ക് പറയലുണ്ട്, എന്നാൽ എനിക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടിക്കൂടി തങ്ങളെന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഈ പെട്ടി ഉണ്ടല്ലോ പറയും. അവിടെ കിടന്നോട്ടേന്ന് പറയും. മൂപ്പരായി നോക്കിയില്ല. അപ്പം അവൻ കൊടുന്നപ്പോൾ അവനോട് പറഞ്ഞു, എനിക്ക് പല സാധനവും ഇഷ്ടമാണ്, അതൊക്കെ എനിക്കറിയാലോ, അതൊക്കെ രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. അവനെ സന്തോഷിപ്പിച്ച് വിട്ടു. മൂപ്പർ പിന്നെ ആ പെട്ടി തൊട്ടിട്ടൊന്നുമില്ല. അങ്ങനെ മൂപ്പർ അതാണ് ദുന്യാവിനോടുള്ള ഒരു മഹബത്ത് ഹൃദയത്തിൽ ഇല്ലാതെ, അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. അന്ത തുർക്ക ദുജ്ജ ഫി മിൻ ഖൽബിക്ക് വതളഅഹ ഫി ജൈബിക്ക് ഔ ഫി യദിക്ക് എന്നാണ് അല്ലാമ ഇബ്നു അജീബ തങ്ങൾ, മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളൊക്കെ അതിനർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ബന്ധം ഹൃദയത്തിൽ ഇല്ലാതെ ഇരിക്കുക. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്താണ് സമ്പാദിക്കാന്നുള്ള സമ്പാദ്യങ്ങളും മറ്റു ആവശ്യങ്ങളൊക്കെ വരും. ഇത് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ അതിൻ്റെ ദരിയത്തായിക്കൊണ്ട് നമ്മൾ മാറ്റാൻ പാടില്ല. അപ്പോൾ ആ നിലക്ക് പണ്ഡിതന്മാരുടെ ആ ധർമ്മവും അവരുടെ ഉത്തരവാദിത്വം ആ ദൗത്യമൊക്കെ നമ്മൾ നിറവേറ്റണം. അത് നമുക്ക് നിറവേറ്റാനും പ്രവർത്തിക്കാനും പറ്റിയൊരു മേഖലയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. മഹാന്മാരാവുന്ന മശായിഖന്മാരുമായുള്ള അവർ പിടിച്ച ആ കയറിൻ്റെ ഒരു ഭാഗം നമുക്ക് പിടിക്കാൻ കഴിയുക. എന്നാൽ അവർ നമ്മളെ വലിച്ചു കൊണ്ടുപോയി എടുക്കാമെന്നറിയോ, അത് സ്വർഗത്തിലേക്കായി. അപ്പം ആ നിലക്ക് സ്വർഗത്തിലേക്ക് മഹാന്മാരുടെ ആ അവർ മുഖേനയായി കൊണ്ടിട്ട്
നമ്മളെ കടക്കാൻ നമുക്ക് സഹായിക്കണ ഒരു പിടിവള്ളിയാണ് നമ്മളെ കൈവശമുള്ളത്. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. അപ്പം ഈ സംഘടന അതിനെ ഒളിച്ചു നിന്നും കൊണ്ടോ അല്ലെങ്കിൽ പരസ്യമായി നിന്നും കൊണ്ടോ എതിർക്കാനോ അതിനവിടെ ഇല്ലാതെയാക്കാൻ നശിപ്പിക്കാനോ ഒന്നും ആരും ശ്രമിക്കരുത്. അതാണ് ദയവായിട്ട് പറയാനുള്ളത്. ഇത് അള്ളാഹുവിൻ്റെ യാതൊരു സംശയമില്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സംഘടിപ്പിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അപ്പോൾ വിശുദ്ധമായ ദീന് അത് ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ഈ ദുന്യാവ് ഇവിടെ നിലനിൽക്കേണ്ട കാലത്തോളം ദീന് ഇവിടെ നിലനിൽക്കണം. അതുകൊണ്ടാണ് വളരെ ശക്തബത്താവുന്നതായ നിലക്കാട് ഇതിൻ്റെ ഇത് വന്ന പാരമ്പര്യം തന്നെ. ഇപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ റസൂൽ വരെയുള്ളവർ ഹദീസിൻ്റെ റാവികളെ നമ്മൾ പരിശോധിച്ച് നോക്ക്. എല്ലാവരും ചരിത്രവും എത്ര ആളുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഒരാളാണോ, രണ്ടാളാണോ, മൂന്നാളാണോ? അവർ പ്രസവിക്കപ്പെട്ടവർ മുതൽ അവർ മരണം വരെയുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ തള്ളപ്പെടേണ്ടവനുണ്ടെങ്കിൽ അവനെ തള്ളു തന്നെ ചെയ്യും. അപ്പം തള്ളപ്പെടേണ്ടവനെ തള്ളി കൊള്ളേണ്ടവനെ കൊണ്ടുകൊണ്ടിട്ട് അത്രമാത്രം വളരെ സംശുദ്ധമായ നിലക്ക് നമ്മളിലേക്ക് എത്തിയതായ ഒരു ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണ് ഈ ദീന്, വിശുദ്ധമായ ദീൻ. അത് അതിൻ്റെ ആ തനിമയോട് കൂടി സംരക്ഷിക്കപ്പെടണം. അതിന് സംരക്ഷിക്കലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കുള്ള ആഹ്റങ്ങൾ എന്താ, ആഹ്റത്തിലുള്ള അവരുടെ ജീവിതം എന്താവണമെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട നിലക്ക് ഇവിടുന്ന് അമൽ ചെയ്താലേ അതിന് നമുക്ക് അവിടുന്ന് ഉദ്ദേശിക്കപ്പെടുന്നതായ നിലക്ക് അതിന് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ജനങ്ങൾ അവർക്ക് വിദ്യാർത്ഥികൾ അവരെ കടന്നു വരാൻ പാടില്ല. വിദ്യാർത്ഥിനെതിരിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം തന്നെ മഹാനാവുന്ന അലി ബിൻ സഹാബത്തിൽ നിന്ന് ആദ്യമായിട്ട് വിദ്യാർത്ഥിനെതിരിൽ മുനാദറ നടത്തിയത് മഹാനാവുന്ന അലി ബിൻ അബീ ത്വാലിബാണ്. ഖദർ ഇസ്തിതാഅത്ത് പോലത്തെ സംഗതികളിൽ, ബശിയാത്ത് പോലത്തെ സംഗതികൾ ഖവാരിജികളോടും ഖദരിയാക്കളോടും മഹാനാവുന്ന അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ മുനാദറ നടത്തി. താബീങ്ങളിൽ നിന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് അടക്കമുള്ള പലരും അവർ മുനാദറ നടത്തുകയും അതിൽ ഗ്രന്ഥങ്ങളൊക്കെ വിദ്യാർത്ഥിനെ എതിർത്തുകൊണ്ട് അവരെ എഴുതുകയും ചെയ്തു. അങ്ങനെ മഹാന്മാരാവുന്നതായ അയിമത്ത് മുജ്തഹിദീങ്ങൾ, ഇമാം ഷാഫിഈ തങ്ങൾ, ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ തങ്ങൾ, ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ, ഇവരൊക്കെ മുബ്തദിഈങ്ങൾക്കെതിരിൽ സംസാരിച്ചവരാണ്. അവരൊക്കെ അതിനെതിരിൽ ഗ്രന്ഥങ്ങൾ രചിച്ചവരാണ് അവരൊക്കെ. അപ്പം ഈ ഒരു പ്രവൃത്തി എന്നുള്ളത് ഇന്നും തുടങ്ങിയതല്ല. മുബ്തദിഈങ്ങളിവിടെ അവരെ ഇഷ്ടംപോലെ അവിടെ വിട്ടാൽ ദീൻ ഇവിടെ എന്തായിത്തീരും? ദീനിൻ്റെ ആ തനിമ, അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ നശിച്ചു പോകില്ലേ? അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമല്ലേ, നമ്മളെ ബാധ്യതയല്ലേ? അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ ഓരോ പണ്ഡിതന്മാരും പഠിക്കുക. ആ അഖീദകൾ അതിൻ്റെ ശരിയായ ലക്ഷ്യത്തോടു കൂടി പഠിക്കുക. അത് സംശയം ഉണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക, ചോദിച്ചിട്ട് സംശയം തീർക്കുക. വിഭാഗത്തുകളിൽ വല്ലതും സുന്നത്ത് ജമാഅത്തിന് എതിരാവുന്ന വല്ല വിഭാഗത്തുകൾ എവിടെയും കണ്ടാൽ അത് അറിയുന്ന ആളുകളോട് വന്ന് ചോദിക്കണം. അത് ചോദിച്ചിട്ട് അവിടുത്തെ അതിൻ്റെ ശരിയായ മറുപടികൾ കണ്ടുപിടിക്കണം. ആ നിലക്ക് നിങ്ങൾക്കുള്ള ഓരോ സമയങ്ങളും അസ്സമാനു സൈഫുൻ യഖ്തഉക ഇല്ലാ തഖ്തഉഹുന മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞുള്ളത്, സമാൻ ഒരു വാള് പോലെയാണ്. അതിനെ നീ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തും. അപ്പോൾ അത് സമാനെ നമ്മൾ എന്താക്കണം? ഉപയോഗപ്പെടുത്തണം. ആ സമയം ഇവിടെ നിൽക്കൂല. അപ്പോൾ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഓരോ സമയവും നമ്മൾ കിതാബ് ദർസ് നടത്തി കഴിഞ്ഞ് പിന്നെ ഉറങ്ങുക, അതല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങൾ മുഴുവനും മദ്രസയിലെ ജോലി ചെയ്താലും ഉറങ്ങുക, എങ്ങനെ പകൽ മുഴുവൻ ഉറക്കിന് ഉപയോഗിക്കുക, അതല്ല വേണ്ടത്. ഓരോ സമയം കിതാബുമായിട്ട് ബന്ധപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് സംശയങ്ങൾക്കുള്ള നിവാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. നമുക്ക് മനസ്സിലാവാത്ത സ്ഥലങ്ങൾ നമ്മൾ എന്താക്കണം? മഹാന്മാരാവുന്ന ഉസ്താദന്മാരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ ഇവിടെ ജീവിച്ചത്? അവരുടെ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ അങ്ങനെ ഓരോ മസാലകളും എന്തെങ്കിലും സംഗതിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് ആരാണോ അറിയുന്നത് അറിയുന്നവൻ്റെ അടുത്ത് പോവുകയാണ്. പഴയ കാലത്തൊക്കെ തന്നെ ഇന്നത്തെ പോലെ കിതാബുകളൊന്നും സുലഭമല്ല. നമ്മൾ 2-3 ദിവസം അന്ന് ചാരിയത്ത് കുത്തുബാലിലൊക്കെ പോയി താമസിക്കുമ്പോൾ തലക്കൊടുത്തൂർ പൊന്മുണ്ടം പോലത്തെ ചില സ്ഥലങ്ങളിലൊക്കെ അന്ന് ധാരാളം കിതാബുകൾ ഉണ്ടായിരുന്നു. അന്ന് അവിടെയൊക്കെ ദർസ് നടത്തിയ വലിയ വലിയ മഹാന്മാർ ശേഖരിച്ച ഒരുപാട് കിതാബുകൾ. അപ്പോൾ അന്ന് ചില അമൂല്യമായ കിതാബ് കിട്ടാൻ വേണ്ടി അവിടെയൊക്കെ ബസ്സിലും അല്ലാതെയൊക്കെ യാത്ര ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട്. അവിടെ പോയി 1-2 ദിവസം അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കിതാബ് ഷെഹുല ശംസുൽമ പറയലുണ്ട്, ഞാൻ അവിടെ താന്നൂർ മുദരിസായി ഇന്ന് എന്തിനാണെന്ന് അറിയോ നിങ്ങൾക്കെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ദർസ് നടത്താമെന്ന് പറഞ്ഞു. അതിൻ്റെ മുദരിസായിക്കണം. അപ്പം എന്നോട് പറഞ്ഞു, ഞാനവിടെ താന്നൂർ മുദരിസായത് റൗള മുത്താലായ ചെയ്യാൻ വേണ്ടിയെന്നു. ഞാൻ 7 മാസം അവിടെ നിന്നു, റൗള മുത്താല ചെയ്തു.
ഇന്നും എനിക്കതൊക്കെ അതിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ ഓർമ്മ ഉണ്ടെന്ന്. മൂപ്പർക്കത് അത്ര ഓർമ്മ ശക്തിയുള്ള ആളാണ്, മൂപ്പർക്കത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഓരോ സംഗതികൾ, ഓരോ കിതാബുകൾ, അന്ന് ഇന്നത്തെ പോലെ റൗള എല്ലാ ഖുതുബായും സുലഭമല്ല അത്. ഇന്നിപ്പോൾ എല്ലാ കിതാബും കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇമാമുൽ ഹറമൈൻ തങ്ങളെ നിഹായ 30ഓളം വാല്യങ്ങൾ അതൊക്കെ അച്ചടിക്കൽ തുടങ്ങി. പണ്ട് നമ്മൾ ഇമാമുൽ ഹറമൈൻ തങ്ങളെ നിഹായത്തുൽ മത്ലബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതും പ്രിൻറ്റിങ്ങിൽ വന്നു. അപ്പം അങ്ങനെ എല്ലാ കിതാബുകളും സുലഭമായി കൊണ്ട് ലഭിക്കപ്പെട്ടു. പക്ഷെ കിതാബ് എടുത്ത് മുത്താലയുടെ പതിവൊന്നുമില്ലാതായി പോയി. അന്ന് കിതാബ് വളരെ വിരളെന്ന്, കിതാബുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോവുകയെന്ന് പണ്ഡിതന്മാർ ചെയ്തിരുന്നു, വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ സമയം വിലപ്പെട്ടതാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ആ നിലക്ക് കിതാബുകൾ ഓതി ഓരോ വിഷയത്തിലും തഹ്ഖീഖ് ചെയ്യുക. അതോടൊപ്പം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയിലോ അതിലൊക്കെ ബന്ധപ്പെടാൻ കഴിയും, അവിടെയൊക്കെ നേതാക്കന്മാരായി വരാൻ പറ്റും, അതൊക്കെ വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ആ നിലക്ക് അതിലൊക്കെ കയറി പറ്റി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്നും, നമ്മളെ 100ാം വാർഷികം ഒരു വലിയൊരു വിജയപ്രദമാക്കണം. നമുക്ക് അത് ചരിത്ര സംഭവമാക്കണം. അതിന് നിങ്ങളൊക്കെ സാന്നിധ്യവും നിങ്ങളൊക്കെ പ്രവർത്തനവും ആവശ്യമാണ്. നിങ്ങളാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ള ശക്തി. നിങ്ങൾ ആലിമീങ്ങൾ വേണം. അതുപോലെ തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, അതാണ് ഉമറാവ് എന്ന് പറഞ്ഞാൽ. മുതലുള്ളവരാവട്ടെ, കഴിവുള്ളവരാവട്ടെ, ഇല്ലാത്തവരാവട്ടെ, ഉമറാവ് ഇവിടെ വേണം. അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ടവർ വേണം, വിവരമില്ലാത്തവർ വേണം. ഇങ്ങനത്തെ ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ കൂടുമ്പോൾ ഒരു സംഘടന നമുക്ക് വളർത്താൻ കഴിയുള്ളൂ. ഇപ്പം നമുക്ക് പന്തലിടണ്ടേ, അതിനിപ്പോൾ മുതലാളി പോയി പന്തലിടുമോ? ചിലപ്പോൾ മോനിമാൻ പോയി ശേഖരം മുമ്പ് പന്തലിട്ടു എന്ന് പറഞ്ഞേക്കാം, ഏതൊരു വാദപ്രതിവാദത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ മൂപ്പരാണ് അവിടെ വരുന്നതാണെന്ന് ആർക്കും അറിയില്ല. മൂപ്പർ ആദ്യ കാലഘട്ടത്തിൽ രാത്രി സ്റ്റേജിൽ കയറിയപ്പോഴാണ് ആളിന്നാളാന്ന് മനസ്സിലായിരുന്നത്. ആ തലേ ദിവസം നമ്മളവിടുന്ന് ചെറിയ നിലക്കൊരു പരാജയം നമുക്ക് ഉണ്ടായ ഒരു ദിവസമായിരുന്നു. അപ്പോൾ പന്തലിടാൻ ആൾ വേണം, പണം തരാൻ ആൾ വേണം, സംഗതികൾ നിയന്ത്രിക്കാൻ അതിന് പറ്റുന്ന പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങൾ വേണം. ഇതൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആലിമീങ്ങളും വേണം. അപ്പോൾ രണ്ടും നന്നാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടു കൂട്ടരും ഒപ്പം അങ്ങനെ കൈ പിടിച്ച് പോകുക എന്നല്ല. ആലിമീങ്ങൾ നന്നാകേണ്ടതുപോലെ നന്നാവുക, ആലിമീങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും മറ്റും സ്വീകരിച്ച് അത് നടപ്പിലാക്കാൻ മറ്റുള്ളവരും തയ്യാറാവുക. അങ്ങനെ പോകുമ്പോൾ ഇവിടെ എന്താവുള്ളൂ എന്നറിയോ? അപ്പം മറ്റുള്ള എല്ലാ ആളുകളും നന്നാവും. ഇത് ആലിമീങ്ങളും നന്നാവണില്ല, ഒപ്പം നിൽക്കേണ്ടവർ നന്നാവണില്ല, പിന്നെ നാട്ടുകാരും നന്നാവില്ലല്ലോ. ഈ അവസ്ഥയൊന്നും ഉണ്ടാകുന്ന അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ സുദീർഘമായി പറയല്ല. ഇവിടെ മഹാന്മാരാവുന്ന പലരും, മുഷാവർ അംഗങ്ങളാവുന്ന ഹംസകുട്ടി മുസ്ലിയാരും, പിന്നെ നമ്മളെ ഹൈദർ ഫൈദിയും അതുപോലെ തന്നെ ബാക്കവി ഒക്കെ പിന്നെ ഇവിടെ പ്രസംഗിക്കാറുണ്ട്. പിന്നെ മഹാന്മാരാവുന്ന സാദാത്തുക്കളുണ്ട്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ എല്ലാവരും പ്രസംഗിച്ച് വളരെ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു വളരെ ശക്തി പകരുന്നതായ ഒരു സമ്മേളനമായി കൊണ്ട് അല്ലാഹു ഇതിനെ കബൂൾ ചെയ്യട്ടെ. മറ്റൊന്ന് 26-ാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റന്നാളെ സമസ്തൻ്റെ സ്ഥാപക ദിനമാണ്. അത് വരക്കിൽ വെച്ചുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ ഒരു നല്ല നിലക്ക് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അന്ന് നമ്മൾ SNDCൻ്റെ PG ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം കൂടി അവിടെ വെച്ച് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പിന്നെ അവിടെ വരക്കിൽ വെച്ച് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും എല്ലാ മറ്റ് പല സ്ഥലത്തും നടത്തപ്പെടുന്ന ആ കുട്ടികൾക്കെല്ലാം കൂടിയുള്ള ക്ലാസ്സിൻ്റെ ഉദ്ഘാടനം അന്ന് അവിടെ നടത്തപ്പെടും. അത് നിങ്ങളുടെ ജില്ലകളിലൊക്കെ നിങ്ങൾ മുമ്പ് ചെയ്തതുപോലെ ഓരോ ജില്ലയിലും ആ ജില്ലയിലുള്ള ആളുകൾ കൂടിക്കൊണ്ടിട്ട് അത് വളരെ ഒരു വിപുലമായ നിലക്ക് ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. വലിയ ദൂർത്തും കാര്യമൊന്നും വേണ്ട, മനസ്സിലായില്ലേ? ചെറിയ പരിപാടിയൊക്കെ പൈസ വല്ലാതെ ചിലവാക്കുന്ന പരിപാടി വേണ്ട. അപ്പോൾ ആ നിലക്ക് പരിപാടികൾ എന്താക്കാതെ അറിയോ നമ്മൾ ഉഷാറാക്കി കൊണ്ടുപോകുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു എല്ലാ നമ്മളെ നന്മകളെ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. എല്ലാവിധ ശത്രുക്കളെ ചെറുതും അല്ലാഹു നമ്മളെ സംഘടനയും നമ്മളെ സ്ഥാപനങ്ങളെയും ഒക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഉമറാവ്, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാധാരണക്കാർ, എല്ലാവർക്കും അല്ലാഹു എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തൊക്കെ ചെയ്യട്ടെ. അല്ലാഹു അവർ നമ്മൾക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു ഒന്നാക്കി തരട്ടെ. സുഖത്തിൽ മഹാന്മാരോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂടി തരട്ടെ. اللهم ثبت عقيدتنا على عقيدة أهل السنة والجماعة. اللهم وفقنا لنشر هذه العقيدة المقدسة. اللهم بارك في جمعيتنا جمعية العلماء لعمومك وفروعها. اللهم احفظ جمعيتنا وفروع جمعيتنا
وفروع جمعيتنا من جميع الشرور من شر الحاسدين ومن شر الساحرين والظالمين والأعداء. اللهم إنا نرد بك الأعداء من كل وجهة وباسمك العظيم نرميهم من البعد بالشتت. ربنا اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك. ബഹുമാനികളെ, ഒന്ന് രണ്ട് ചടങ്ങുകൾ നടക്കാനുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ